കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. ചേലോറ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന. മാലിന്യ നീക്കത്തിന് കരാറെടുത്ത കമ്പനിക്ക് അനധികൃതമായി പണം നൽകിയെന്നായിരുന്നു പരാതി. സുനിൽ ഐസക് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുനിൽ, ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണോ എന്തോ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണല്ലോ പറയുന്നത്? എന്താണ് ഈ പരാതി? അമൃത, വിജിലൻസിന്റെ പരിശോധന അവസാനിച്ചിട്ടുണ്ട്. വിജിലൻസിന്റെ കണ്ണൂർ, കോഴിക്കോട് യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണൂർ ചേലോറയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റുമായി ബന്ധപ്പെട്ട് ചില അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ ആരോപണവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ചില പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഇത്തരത്തിലൊരു റെയ്ഡിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതായത് വിജിലൻസ് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് ഇപ്പോൾ ഇത്തരമൊരു പരാതിയിലേക്ക് പോയിരിക്കുന്നത്. അതായത് കണ്ണൂർ കോർപ്പറേഷനിലെ ചേലോറയിൽ ഖരമാലിന്യ സംസ്കരണ വിവാദവുമായി ബന്ധപ്പെട്ട് 1.77 കോടിയുടെ അഴിമതി നടന്നു എന്നാണ് CAGയുടെ റിപ്പോർട്ട്. അതായത് നീക്കം ചെയ്യാത്ത മാലിന്യത്തിന് കരാർ കമ്പനിക്ക് പണം നൽകിയെന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. 2022 മെയ് മാസത്തിൽ 1.23 ലക്ഷം ഘനമീറ്റർ മാലിന്യം നീക്കാൻ കരാർ നൽകിയത് 3 കമ്പനികൾ അടങ്ങുന്ന ഒരു കൺസോർഷ്യത്തിനാണ്. അതിൽ പക്ഷേ ഒരു കമ്പനിയുമായിട്ട് മാത്രമാണ് കണ്ണൂർ കോർപ്പറേഷൻ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. കമ്പനി അവകാശപ്പെട്ടത് 73,502.11 മീറ്റർ ക്യൂബ് മാലിന്യം നീക്കിയെന്നായിരുന്നു. എന്നാൽ നീക്കിയത് 24,042.9 മീറ്റർ ക്യൂബിക് മാലിന്യം മാത്രമാണെന്ന് NITയുടെ ഡ്രോൺ സർവേ ഫലത്തിൽ കണ്ടെത്തിയിരുന്നു. കരാർ പ്രകാരം ഈ കമ്പനിക്ക് നൽകേണ്ടിയിരുന്നത് 83.95 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ കോർപ്പറേഷൻ 2,72,00,000 രൂപ ഈ കമ്പനിക്ക് കൈമാറിയെന്നായിരുന്നു CAG റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് എന്നൊരു പരാതി ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംയുക്തമായ ഒരു പരിശോധന കണ്ണൂർ കോർപ്പറേഷൻ ഓഫീസിൽ നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചില ഫയലുകൾ ഇതിൽ ഈ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും പരിശോധന പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം മുമ്പ് പരിശോധന പൂർത്തിയാക്കി വിജിലൻസിന്റെ സംഘം മടങ്ങി. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.